അയ്യോ മോളെന്താ കഴിക്കാതിരിക്കുന്നത്? കഴിക്കേ. ശിവേട്ടന്റെ പിറന്നാൾ ഇവള് വിറ്റ് കാശാക്കാൻ പോകുന്നതാ തോന്നുന്നേ. നോക്കട്ടെ ശിവേട്ടന്റെ പിറന്നാൾ സദ്യക്ക് എത്ര ലൈക്കും കമന്റും കിട്ടുമെന്ന് നോക്കട്ടെ. മോളെ നീ ഇരിക്കേ. എന്നാ പിന്നെ അമ്മ ഇരിക്കേ. പിന്നല്ലാതെ എന്റെ മോന്റെ ഒപ്പം ഞാനും ഇരിക്കാൻ പോവാ. അതെ, ഈ കഴിക്കുന്നതിന് മുമ്പ് വേറെ ചടങ്ങൊന്നുമില്ലല്ലോ, കഴിച്ചു തുടങ്ങാലോ. ഒന്നുമില്ല, നീ അങ്ങ് കഴിച്ചു തുടങ്ങിയാ മതി. എന്ത് ചേട്ടാ കഴിക്കുന്നില്ലേ? അല്ല, ആരോ പുറത്തു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആര് വരാനായിട്ട്? നിന്റെ അടുത്ത് ഇരിക്കേണ്ടവൾ തന്നിഷ്ടം കാണിച്ച് നടക്കുമല്ലേ, നടക്കട്ടെ. അവക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ വിധിയില്ല, അത്ര തന്നെ. അതല്ല, പുറത്ത് ആരോ വന്നിട്ടുണ്ട്. എടാ മോനെ, എടാ വിളമ്പി വെച്ചിരിക്കുന്ന കഴിക്കാതെ പോലെടാ. ഛേ, ഈ ചെറുക്കന്റെ ഒരു കാര്യം. ഒട്ടും പ്രതീക്ഷയില്ല. പ്രതീക്ഷിക്കാത്തത് പലതുമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സമയത്താ വന്നത്. ഇന്നെന്റെ പിറന്നാളാ. ഓ അത് ശരി, ഹാപ്പി ബർത്ത്ഡേ. അല്ല, ആശംസ മാത്രം പോരാ, അമ്മ ഉണ്ടാക്കിയ പിറന്നാൾ സദ്യയുണ്ട്, ഒരു പിടി കഴിക്കുകയും വേണം. വിരോധമില്ല, അതും ആവാം. എന്നാ അകത്തേക്ക് വരൂ. ഇവനിത് എവിടെ പോയി? നിങ്ങൾ കഴിക്കും മക്കളെ, ഞാൻ ഇന്ന് പോയി നോക്കിട്ട് വരട്ടെ. അമ്മേ, വാ. ഇരിക്കിരിക്കെ. ഭക്ഷണത്തിന് മുന്നീന്ന് എഴുന്നേക്കാൻ പാടില്ലെന്നാ, അതിപ്പോ ആര് വന്നാലും. അമ്മേ, ഒരിലയും കൂടി ഇടണം. തൂശനില തന്നെ ആവട്ടെ. നമ്മുടെ സദ്യക്ക് കിട്ടിയ VIP യാ. അല്ല, അറിയാലോ എന്റെ അമ്മ. അമ്മേ, നോക്കി നിൽക്കാൻ നമ്മ ഒരിലയും കൂടി ഇട്. വിളമ്പി വെച്ചേക്കല്ലേ, ഇങ്ങോട്ടിരിക്കാം. വാ, അങ്ങോട്ട് ഇരിക്കേ ചേച്ചി. ചെന്നിരിക്കു ശാലിനി. ഇരുന്നു. ഇരിക്കേ. അല്ല, നീ ഇതെവിടെ പോന്നു? അവിടെ ഇരിക്കേ. വീഡിയോ നമ്മുടെ VIP ഗസ്റ്റ് അല്ലേ. അമ്മേ, നോക്കി നിൽക്കാതെ ചോറ് വിളമ്പിക്കൊടുക്ക്. മതി മതി മതി, അയ്യോ മതി. ശാലിനി ചേച്ചി പുറത്തു വന്നെന്ന് ഏട്ടനെങ്ങനെ മനസ്സിലായി? കാറിന്റെ ശബ്ദം പോലും ഇവിടുത്തെ ബഹളത്തിനിടയ്ക്ക് കേട്ടില്ലല്ലോ. അത് എനിക്കങ്ങനെ തോന്നി. അത് എന്താന്ന് വെച്ചാ ഞാൻ എന്ത് പറയാനാ. മോളെ, ഞാനിവിടെ വന്നിട്ട് പെട്ടെന്ന് വെച്ചുണ്ടാക്കിയതാ, അതുകൊണ്ട് കറികളൊന്നും അത്ര നന്നായിട്ടുണ്ടാവില്ല. നന്നായിട്ടുണ്ടല്ലോ. അതെ, പിറന്നാളുകാരൻ പായസം വരെ കുടിച്ചിട്ടേ എഴുന്നേക്കാൻ പാടുള്ളൂ. അമ്മ എടുത്തോ. ഇല്ലെങ്കി ഇവൻ കഴിക്കില്ല മോളെ. നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ വെറുതെ ആവും.
രേവതി നാളല്ലേ? മുൻഷുണ്ടിയുടെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതാ അയാളുടെ നാള്? രേവതി. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ശിവന്റെ നാള് രേവതിയാണോ? അതെ. പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യിക്കും. അതാണ് പ്രകൃതം. പിന്നെ മനസ്സ് സത്യസന്ധമാ, അത് മാത്രമാ ഏക ആശ്വാസം. പിറന്നാളായിട്ട് എന്തിനാമ്മ എന്നെ ഇങ്ങനെ വാരുന്നേ? ഇന്നത്തെ ദിവസം എന്നെ ഒഴിവാക്കിത്താ. പിന്നെ ഇനി എന്റെ പൊന്നമ്മയ്ക്ക് വാ തുറന്നേ. ആ ആ ആ എന്നാ പിന്നെ എനിക്കുള്ളതെങ്കിൽ തന്നേക്ക്. ആ ആ ആ അയ്യോ, മോളെന്താ കഴിക്കാതിരിക്കുന്നത്? കഴിക്കേ. കറിയെടുത്ത്. ശിവേട്ടന്റെ പിറന്നാൾ ഇവള് വിറ്റ് കാശാക്കാൻ പോകുന്നതാ തോന്നേ. നോക്കട്ടെ ശിവേട്ടന്റെ പിറന്നാൾ സദ്യക്ക് എത്ര ലൈക്കും കമന്റും കിട്ടുമെന്ന് നോക്കട്ടെ. അച്ഛാ, ആ നേഴ്സ് 1-2 വട്ടം വന്ന് ബില്ലടയ്ക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഇനി അവര് വരുമ്പോ അച്ഛൻ തന്നെ മറുപടി പറഞ്ഞാ മതി. മോളെ, എന്തെങ്കിലും പണയം വെക്കാതിരിപ്പുണ്ടോ? എന്തുണ്ടായിട്ട്? ഈ കാണുന്നൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അച്ഛനായിട്ട് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ ചോദിക്കുമ്പോ എടുത്തു തരാൻ? അച്ഛനായിട്ടായാലും അമ്മയായിട്ടാണെങ്കിലും ഈ ഒരു കടമ്പ കിടക്കാൻ എന്താ ഒരു മാർഗം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് 1-2 ദിവസം സാവകാശം ചോദിച്ചു നോക്കിയാലോ? അവരെ ആ കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കും. കാശ് മുടക്കി അങ്ങനെയുള്ള ഉപകരണങ്ങൾ വാങ്ങി വെച്ചേക്കുന്നതേ കാശുണ്ടാക്കാൻ തന്നെയാ. അതിനൊന്നും മാർഗമില്ലാത്തവർ ഇതുപോലുള്ള ഹോസ്പിറ്റലിലേക്കൊന്നും വരരുത്. അവർക്ക് വേണ്ടിയുള്ളതാ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലും താലൂക്ക് ആശുപത്രികളും. വരാന്തേ കടന്ന് പ്രസവിക്കുകയാണെങ്കിൽ വണ്ടിക്കൂലിക്ക് മാത്രമേ ചെലവ് വരത്തുള്ളൂ. ശ്യാമേ, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അവള് പറയട്ടെ. ഇതുപോലെ കിടക്കേണ്ട ഒരു അവസ്ഥ അവൾക്ക് വന്നിട്ടില്ലല്ലോ. അപ്പൊ അവൾക്ക് പറയാം. എന്റെ കയ്യിലൊന്നുമില്ല അച്ഛ. കെട്ടുതാലി വരെ രാജീവേട്ടന്റെ അമ്മ പിടിച്ചു വാങ്ങി വെച്ചിട്ട് എന്നെ അവിടെ നിന്ന് നട തള്ളിയത്. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാവുന്ന പറയുന്നത്. പക്ഷെ എന്റെ കാര്യത്തില് അതുമില്ല. മോള് വിഷമിക്കണ്ട, പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. അതിനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.